നമസ്കാരം. കാർമൽ കാം കളക്റ്റീവിൻ്റെ ഭാഗമായി പാരൻറ്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ടോപ്പിക്കുകളാണ് കഴിഞ്ഞ കുറേ മാസമായി നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ബുള്ളീഡ് ആൻഡ് ദ ബുള്ളീഡ് ഈ ഒരു വിഷയവുമായാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എന്താണ് ബുള്ളിങ്? കുറേ കാലമായി നമ്മൾ കണ്ടും കേട്ടും കുറച്ചേറെ അനുഭവിച്ചതുമായ ഒരു കാര്യമാണ്. എന്താണത്? ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ വ്രണപ്പെടുത്തുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക. ഇവിടെ വ്യക്തി എന്ന് പറയുമ്പോൾ മുതിർന്നവർ മാത്രമല്ല, കുട്ടികളെയും ഇത് ബാധിക്കും. ഒരുപക്ഷെ കുട്ടികളെ ആയിരിക്കാം ഏറ്റവും സാരമായ രീതിയിൽ ബാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കാം അത് സംഭവിക്കാൻ സാധ്യത? നമ്മൾ നേരത്തെ പറഞ്ഞു ശാരീരികമായി എന്ന്. അതായത് ഒരു കുട്ടിക്ക് അവൻ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ രീതിയിൽ ഏൽക്കുന്ന ബാഹ്യമായ പ്രഹരങ്ങൾ, അതൊരു പക്ഷേ വീട്ടിൽ നിന്നാകാം, സ്കൂളിൽ നിന്നാകാം, സൗഹൃദ വലയങ്ങളിൽ നിന്നാകാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അടിയോ തൊഴിയോ അവൻ താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം, ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കാത്ത ഒരു ചെറിയ സ്പർശം പോലും ഇങ്ങനെയാണ്. ഇനി മാനസികമായ ബുള്ളിങ് എന്ന് പറയുമ്പോഴും അവൻ അർഹിക്കാത്ത ആഗ്രഹിക്കാത്ത വാക്കുകൾ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികളെ കളിയാക്കൽ. ചെറിയ രീതിയിലാവും കളിയാക്കുണ്ടാവുക, ഈ ഇരട്ടപ്പേരൊക്കെ വിളിച്ചിട്ട്. ഇത് വിളിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു തീവ്രത എന്താണെന്ന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് പക്ഷേ അതൊരു വളരെ മാനസികാഘാതമായിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താവുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനുള്ളൊരു പ്രവണതയാണ് അവിടെ കാണിക്കുക. ഇത് നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അനുഭവിക്കുന്ന വ്യക്തി ഒരു വിക്ടിം റോളിലേക്കാണ് താഴെപ്പെടുന്നത്. നിരന്തരം ഒരു വിക്ടിം റോളിൽ ആയി നിലനിൽക്കാനുള്ളൊരു പ്രവണതയാണ് അവിടെ കാണുക. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, എങ്ങോട്ടും കയറി ചെല്ലാൻ ഒരു മടി കാണിക്കുക, അവിടെ ആത്മവിശ്വാസത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലോ സെൽഫ് എസ്റ്റീം, സിവിയറായിട്ടൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതാവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. എന്നാൽ ഇത് ചെയ്യുന്ന ആളുകളോ അവർ ഇതിനെപ്പറ്റി ഒട്ടും ചിന്തിച്ചിരിക്കില്ല. എപ്പോഴും അവർ ഒരു കൺട്രോളിങ് പാരൻറ്റിൻ്റെ റോളിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. ഇവിടെ കൺട്രോളിങ് പാരൻ്റ് എന്ന് പറയുന്നത് അച്ഛനമ്മമാർ മാത്രമല്ല കേട്ടോ. കുട്ടികളുടെ പാരൻറ്റിങ് റോൾ ആരാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്? അവരെല്ലാം ക്രമേണ ആ കുട്ടിയുടെ വൈകാരികമായ ഒരവസ്ഥയെയും അത് ബാധിക്കുന്നു. വൈകാരികമായ അവസ്ഥ എന്ന് പറയുമ്പോൾ വിഷാദത്തിലേക്ക് പോകാനിട വരുന്നു. ഇതിന് ഒരു പരിധി വരെ നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയറും കൂടി ഒരു ഘടകമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും കുട്ടികൾ വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടി കാണിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. പല കാര്യങ്ങളും. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു കുട്ടി നിരന്തരം സ്കൂളിലേക്ക് വരാൻ മടി കാണിക്കുകയാണോ വിചാരിക്കൂ. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് ആസ് എ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക്? എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് സ്കൂളിലേക്ക് എത്തിക്കുക. ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ അടിക്കും, പിടിച്ചു വലിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്തു വരാറ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ പാരൻസിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവ്
തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കണം. തുടർച്ചയായ ദിവസങ്ങളിൽ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം. ഒരുപക്ഷെ അവൻ വരുന്ന വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടാവാം, വാഹനങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ. അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും ദിവസം തലവേദന, വയറുവേദന, ഛർദ്ദിക്കാൻ വരവ്, ഇങ്ങനെയൊക്കെ പല കുട്ടികളും കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളിൽ, ആഴ്ചകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ രക്ഷാകർത്താക്കൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അധ്യാപകരുമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്താണ് കാരണമെന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതല്ലാത്ത പക്ഷം ഒരു കുട്ടിയും മടി കാണിക്കില്ല. ഇതിനെ മടി എന്ന് പറഞ്ഞ് നമ്മൾ കുറേ മാറ്റി നിർത്താറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തക്കതായൊരു കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പാരൻസാണ്. അതിനാണ് ആദ്യം പറഞ്ഞ കാര്യം, കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ഏരിയ നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതലാണ്, പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളിൽ സ്ക്രീൻ ടൈം കൂടുതലായിട്ട്. മൊബൈൽ അഡിക്ഷൻ, അത് ഗെയിം അഡിക്ഷൻ ആവാം, റീലാവാം, സമൂഹ മാധ്യമത്തിൽ ഉള്ള അതിൻ്റെ ഒരു അതിപ്രസരം. അതിൽ പലപ്പോഴും അതിൻ്റെ പിന്നിൽ ഉള്ള ഈ ചതിക്കുഴികൾ അറിയാതെ ചെന്നപ്പെടുന്നവരുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം. അത് ഉപയോഗിക്കാത്തവർ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പല പോസ്റ്റുകളും പല കമൻസും എല്ലാം നമ്മൾ കാണാറുണ്ട്. കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ പല കുട്ടികളും അതിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു എങ്കിൽ തന്നെ അത് നമ്മളറിഞ്ഞാൽ ഒരിക്കലും നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമ്മൾ പാരൻസ് സ്വയം ചിന്തിക്കുക വേണ്ടത്. അതിനുള്ള സാധ്യത എന്തായിരുന്നു, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി എന്ന് കരുതി ഇനി എന്ത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ കുട്ടിയൊന്ന് ചേർത്ത് പിടിച്ച് എന്താണ് സംഭവമെന്ന് ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ട തുടർ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ കാര്യമില്ല. അതിനാണ് ആദ്യം പറഞ്ഞ ആ ഒരു സ്പേസ് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത്. അതുതന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. കുട്ടികളെ ശ്രദ്ധാപൂർവം കേൾക്കുക, ആക്റ്റീവ് ലിസണിങ്. അവർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ശരിയോ തെറ്റോ, ശരി തെറ്റെന്നൊന്നുമില്ല, ശരിയോ തെറ്റോ ആയിരിക്കാം. അവർ എന്ത് പറയുകയാണെങ്കിലും അവർക്ക് കാത് ഓർക്കുക, ശ്രദ്ധാപൂർവം അവരെ ശ്രവിക്കുക. അങ്ങനെ തന്നെ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കുട്ടികൾക്കും പാരൻസിനും ഇടയിൽ. ക്രമേണ അവർ എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്പേസായിട്ട് അവർ കാണും. അങ്ങനെ ഈ ചതിക്കുഴികളിലേക്ക് വീഴാതിരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം. സോഷ്യൽ മീഡിയയിലെ ബുള്ളിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ധാരാളം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വാക്കുകളിലൂടെ, മെസ്സേജുകളിലൂടെയെല്ലാം. അതും സ്ഥിരമായി കേൾക്കുന്നവരും അനുഭവിക്കുന്നവരും വിക്ടിം റോളിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു വണ്ണപ്പ് പൊസിഷനാണ് ഉണ്ടായിരിക്കുക. ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ ആയിരിക്കാം കുട്ടികൾ പലരും അതിൽ പോയി വീഴുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാം. അതായത് നമ്മുടെ കുട്ടികൾ എത്ര കണ്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു
അതിന് എങ്ങനെ നമുക്കൊരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്താം എന്നുള്ളത്, അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുട്ടികളുമായി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ആവുന്നതും അവരുമായി സംസാരിക്കാൻ, ഇടപഴകാൻ. കുറച്ച് നേരമെങ്കിലും അക്കാഡമിക് വിഷയങ്ങൾ അതൊന്ന് മാറ്റിവെച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ, ഇതെല്ലാം ഒരു പരിധിവരെ നമുക്കറിയാൻ സാധിക്കും. തിരക്കേറിയ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികളുമായുള്ള ആശയവിനിമയം തന്നെയാണ്. ഒരുപക്ഷെ അതെല്ലാം വീണ്ടെടുത്താൽ ഇന്ന് ഈ കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവിക്കുന്നതുമായ ബുദ്ധിമുട്ടുകൾക്ക് ഏറെക്കുറെ പരിധി വരാൻ സഹായകമായേക്കാം. അതുകൊണ്ട് ആകെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് അവരെ കേൾക്കുക എന്നുള്ളത്, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരെ മനസ്സിലാക്കുക, ഒരു എമ്പതറ്റിക് അപ്രോച്ച്, അതായത് അവരുടെ ഭാഗത്തു നിന്നും അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക. എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടിയാൽ എങ്ങനെ അതിൽ നിന്നും നമുക്ക് കരകയറാം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് അവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അസർട്ടീവ് ആവാനുള്ളൊരു ട്രെയിനിങ്ങാണ് അത്യാവശ്യമായി നൽകേണ്ടത്. എങ്ങനെ പ്രതികരിക്കാം, അഗ്രസീവ് ആവാതെയും സബ്മിസീവ് ആവാതെയും, നോ പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ. അസർട്ടീവ്നെസ്, അതിലൂടെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഐ സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അസർട്ടീവായിട്ട് പറയാൻ. ഇങ്ങനെയുള്ള പല ട്രെയിനിങ്ങുകളും നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. അതിനായി പാരൻസിന് കുട്ടികളെ ചേർത്ത് നിർത്താം.